PostgreSQL പ്രോഗ്രാമിംഗ് ലാബ്. നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ക്രിയേറ്റ് എ ടേബിൾ എംപ്ലോയി. എംപ്ലോയി എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഡാറ്റ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ദെൻ താഴെ തന്നത് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യുക. നോക്കാം. ക്രിയേറ്റ് എ ടേബിൾ എംപ്ലോയി, EMP ID, എംപ്ലോയി ID, എംപ്ലോയി നെയിം, ദെൻ സാലറി, ഡിപ്പാർട്ട്മെന്റ്, ഏജ്. ഇത്രയും ആട്രിബ്യൂട്ട് ഉള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ടേബിളിന്റെ പേര് എംപ്ലോയി. ദെൻ ഇൻസെർട്ട് സം റെക്കോർഡ്സ്. ദെൻ ഇനി പറയുന്നത് റൈറ്റ് SQL queries, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആൻഡ് ഗ്രൂപ്പ് ബൈ. അപ്പോൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ബൈ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വറീസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം റെക്കോർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. എങ്ങനെ പ്രോഗ്രാം റൺ ചെയ്യാം? സ്റ്റാർട്ടിൽ പ്രോഗ്രാംസ് അല്ലേ? പ്രോഗ്രാംസിൽ നമ്മുടെ പ്രോഗ്രാംസ് ഏതായിരുന്നു? ഇവിടെ PostgreSQL 9.6, SQL ഷെൽ, PSQL, PostgreSQL. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഇതുപോലെ കമാൻഡ് പ്രോംപ്റ്റിൽ വേണം ചെയ്യാട്ടോ. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാം. അതിന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സർവർ ഇത് SQL ഷെല്ലിലാണ് പറയുന്നത്. ഷെല്ലിൽ PostgreSQL ഓപ്പറേറ്റ് ചെയ്യും. സർവർ നെയിം ഏതാണ്? ബൈ ഡീഫോൾട്ട് ലോക്കൽ ഹോസ്റ്റ് ആണ്. ആ ലോക്കൽ ഹോസ്റ്റിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എന്റർ കീ പ്രസ് ചെയ്യാം. അതുപോലെ ഡാറ്റാബേസ് നെയിം Postgres ആണ് പറയുന്നത്. ബൈ ഡീഫോൾട്ട് Postgres ആണ്. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് അതിലായിരിക്കും പിന്നെ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോർട്ട് നമ്പർ. പോർട്ട് നമ്പർ ബൈ ഡീഫോൾട്ട് പോർട്ട് നമ്പർ അവിടെ കാണിക്കും. അതായത് ഇതുപോലെ ഓപ്ഷൻ ആയിട്ട് കാണിക്കും. നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഏറ്റവും നല്ല ഡീഫോൾട്ട് ഏതാണ് അത് യൂസ് ചെയ്യാൻ പറ്റും. യൂസർ നെയിം Postgres ആണ്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേറെ യൂസർ ക്രിയേറ്റ് ചെയ്യാം. ബൈ ഡീഫോൾട്ട് യൂസർ നെയിം Postgres ആണ് വരിക. ഓക്കെ, അപ്പൊ ആ യൂസർ നെയിമിൽ പാസ്വേഡ് സെറ്റ് ചെയ്യണ്ടാവും. ഈ പാസ്വേഡ് നമ്മൾ ഓൾറെഡി എവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും? നമ്മൾ ഇൻസ്റ്റാളേഷൻ സമയത്ത് ആ പാസ്വേഡ് സെറ്റ് ചെയ്യണ്ടാവും. പക്ഷെ ആ ഇൻസ്റ്റാളേഷൻ സമയത്തുള്ള പാസ്വേഡ് എപ്പോഴും ഓർത്തിരിക്കാൻ പറയാൻ കാരണം അതാണ്. അത് നിർബന്ധമായിട്ട് നമുക്ക് ഓർത്തിരിക്കണം. കാരണം അത് ഏത് ഡാറ്റാബേസ് കണക്ട് ചെയ്യുമ്പോൾ അത് ചോദിക്കും ആ യൂസർ നെയിമിന്റെ പാസ്വേഡ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പാസ്വേഡ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വിസിബിൾ ആവില്ല. ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ദെൻ എൻട്രി കീ പ്രസ് ചെയ്യാം. അപ്പൊ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ ഈ തലമുറ താഴെ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, എന്താ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. Postgres എന്നുള്ള കണ്ടന്റ് വരും. ഇനി കമാൻഡ് പ്രോംപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതായിരിക്കാം. മൈക്രോസോഫ്റ്റ് ഡെസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡോസ് CMD റണ്ണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം CMD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കമാൻഡ് പ്രോംപ്റ്റ് ഇതുപോലെ ബ്ലാക്ക് സ്ക്രീനിൽ വരും അല്ലെ? അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ പറഞ്ഞാൽ PSQL ടൈപ്പ് ചെയ്യാം. ശേഷം സ്പേസ് ഇട്ടതിനു ശേഷം -u എന്ന് പറഞ്ഞാൽ യൂസർ നെയിം ആണ്. അവിടെ ബൈ ഡീഫോൾട്ട് വരുന്ന Postgres ആണ് വരും. Postgres സ്പേസ് ഇട്ടതിനു ശേഷം ഡാറ്റാബേസ് ഇതാണ് അതിന്റെ പേര് കൊടുക്കുക. സപ്പോസ് ഡാറ്റാബേസ് കോളേജ്, സ്കൂൾ, ഇനിയും കൊടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. കറക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരികയാണെങ്കിൽ ഇതുപോലെ Postgres എന്ന് പറയുന്ന യൂസർ ഐഡിയിൽ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കും. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നോക്കി ഇവിടെ ടേബിൾ ഏതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? എംപ്ലോയി എന്ന ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കോഡ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഈ കോഡ് നോക്കി. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി, എംപ്ലോയി ID വർക്കർ 3, പ്രൈമറി കീ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എംപ്ലോയി ID. ദെൻ എംപ്ലോയി നെയിം വർക്കർ 25, സാലറി ഇന്റിജർ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വർക്കർ 15, വേരിയബിൾ ക്യാരക്ടർ 15. ദെൻ ഏജ് ഒരു ഇന്റിജർ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റ് കോഡ് കൊടുത്തിട്ടുള്ളത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. എംപ്ലോയി എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഒന്ന് എൻ്റർ പ്രസ് ചെയ്ത് നോക്കാം. യെസ്, കണ്ടാ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടി കാണാം. ഡിസ്ക്രിപ്ഷൻ കാണാം. ടേബിൾ ഡിസ്ക്രിപ്ഷൻ /backward/d ടേബിൾ നെയിം എന്തായിരുന്നു? എംപ്ലോയി സെമിക്കോളൻ. കണ്ടാ ടേബിളിന്റെ സ്കീം അവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രൈമറി കീ സെറ്റ് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി _p എന്നാണ് പ്രൈമറി കീ. ഏതാണ്? EMP ID, എംപ്ലോയി ID. ഇതാണ് നമ്മൾ പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യണല്ലോ. ഇൻസെർട്ടിംഗ് ടു എംപ്ലോയി വാല്യൂസ് 103, അർജുൻ 8000, പർച്ചേസ് 18. ഉണ്ടോ? അപ്പൊ എംപ്ലോയി എന്നുള്ള കണ്ടന്റ് നമുക്ക് ആദ്യം എംപ്ലോയി ID ആണ് അല്ലേ? ഈ എംപ്ലോയി ഐഡിയിലോട്ട് എന്താ അസൈൻ ചെയ്യും? 103 അസൈൻ ചെയ്യും. അതുപോലെ നെയിം അർജുൻ. ദെൻ സാലറി 8000 സാലറി. ദെൻ പർച്ചേസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് വർക്ക്. ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഏജ് എത്രയാ? 18. കണ്ടോ? ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്ത് അസൈൻ ചെയ്യും. ഇപ്പൊ ഇൻസെർട്ട് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ബൈ ഡീഫോൾട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യണം?
ഓരോ കോളം നെയിമും അതായത് ആട്രിബ്യൂട്ട് നെയിം ഇവിടെ സ്പെസിഫൈ ചെയ്യണം. അതായത് ഇങ്ങനെ ഇൻസെർട്ട് ഇൻ ടു എംപ്ലോയി EMP-ID കോമ ബ്രാക്കറ്റിനകത്ത് കൊടുക്കേണ്ടത് EMP-ID കോമ നെയിം കോമ സാലറി കോമ DEPT കോമ ഏജ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം വാല്യൂസ് എന്ന് എഴുതിയിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് ബൈ ഡീഫോൾട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള ക്വറി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് എളുപ്പ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. കാരണം നമുക്കതിന്റെ ഈ ഒരു സീക്വൻസ് അറിയാം. ആദ്യം EMP-ID ആണ്, തേർഡ് വൺ സാലറി ആണ്, ലാസ്റ്റ് ഏജ് ആണ്. നമുക്ക് ഈ ഒരു സീക്വൻസ് അറിയാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യണം. സപ്പോസ് നമുക്ക് ഏജ് ആദ്യം കൊടുക്കാം. ഏജ് അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ വാല്യൂ എന്തായിരിക്കണം, 18 ആദ്യം സ്പെസിഫൈ ചെയ്യാം. ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്താണ് ഫസ്റ്റ് പ്രോഗ്രാമിൽ. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വാല്യൂ ഇൻസെർട്ട് ചെയ്ത് കണ്ടോ, ഒരു റോ ഇൻസെർട്ട് ആയി. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ കൂടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകും. ഓക്കെ, നോക്കിയാൽ നമ്മൾ ഇത്രയും വാല്യൂസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കിട്ടും. ലാസ്റ്റ് വൺ ഇൻസെർട്ട് ഇൻ ടു എംപ്ലോയി വാല്യൂസ് 352 ലക്ഷ്മി 12,000 സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് 28 ഏജ്. യെസ്, ഇത് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ചു നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എന്തായിരുന്നു എംപ്ലോയി. ഇത്രയും ഡാറ്റ നമ്മുടെ ടേബിൾ ഇൻസെർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ കണ്ടന്റ് നമ്മൾ ക്വറീസ് വർക്ക് ചെയ്ത് ടേബിൾ വർക്ക് ചെയ്യിപ്പിച്ചു. ആ ടേബിൾ ഡാറ്റ ഇൻസെർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ക്വറി നോക്കാം. ഡിസ്പ്ലേ ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യാനുള്ള ക്വറി എന്തായിരുന്നു, ഓർക്കുണ്ടോ? ഏതായിരുന്നു? ഡാറ്റാബേസ് പഠിച്ചാണ് കൗണ്ട് അല്ലേ? കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മൾട്ടിപ്പിൾ വാല്യൂസ് ഉള്ള കണ്ടന്റ് ആണ്, ഫംഗ്ഷൻ ആണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. സോ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൗണ്ട് ഉപയോഗിച്ചാണ് ടോട്ടൽ നമ്പർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. നോക്കാം. ഇപ്പൊ കൂടെ നോക്കിയേ, സെലക്ട് ഫ്രം എംപ്ലോയി. സോ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിന് സെലക്ട് ചെയ്യാം. കൗണ്ട് ചെയ്യും. എന്താ കൗണ്ട് ചെയ്യേണ്ടത്? ഈ നെയിം, എംപ്ലോയി നെയിംസ്. എത്ര എംപ്ലോയീസ് ഉണ്ടെന്നാ ചോദിച്ചു അല്ലേ? ഓക്കെ, ഡിസ്പ്ലേ ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. എത്ര എംപ്ലോയീസ് എന്നാ ചോദിച്ചത്. അപ്പൊ എംപ്ലോയീസിന്റെ കൗണ്ട് കാണാം. എംപ്ലോയീസ് എന്നുള്ളതാണ് ഈ നെയിം എന്ന് പറയുന്നത്. ഈ നെയിമിന്റെ കൗണ്ട് കാണാം. എംപ്ലോയി വെച്ച് സെലക്ട് ചെയ്യുക, പ്രിന്റ് ചെയ്യിപ്പിക്കുക. കണ്ടോ, 10 റോസ്, 10 വേഴ്സ് ഉണ്ട്. ഇവിടെ പ്രിന്റ് ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. കണ്ടോ, മുകളിൽ കണ്ടില്ലേ 10 റോസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 10 പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 10 പേര് എംപ്ലോയീസ് അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയ കുറി, ഡിസ്പ്ലേ the name and age of the oldest employee of each department. മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതില് നെയിം ആൻഡ് ഏജ്, നെയിമും ഏജും പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഓൾഡസ്റ്റ് ഏജ് ഓഫ് ദ ഓൾഡസ്റ്റ് അല്ലേ? അപ്പൊ മാക്സിമം ഏജ് ആർക്കാണുള്ളത് അവരുടെ നെയിമും ഏജും പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഡിസ്പ്ലേ ദ നെയിം പ്രിന്റ് ചെയ്യണം. ആൻഡ് ഏജ് ഓഫ് ദ ഓൾഡസ്റ്റ് എംപ്ലോയി, പ്രായം കൂടിയ എംപ്ലോയിയുടെ നെയിമും പ്രിന്റ് ചെയ്യിപ്പിക്കുക, അവരുടെ ഏജും പ്രിന്റ് ചെയ്യിപ്പിക്കുക. നെയിമും ഏജും പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റും. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓൾഡസ്റ്റ് ആയ എംപ്ലോയീസിന്റെ നെയിമും ഏജും പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. കോമ മാക്സ് ഏജ്, മാക്സിമം ഏജും പ്രിന്റ് ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് മാക്സിമം ഏജ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് വരണം. ആ ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കണം, മാക്സിമം ഏജ് ഉള്ള ആളുകളായിരിക്കണം. ആസ് മാക്സിമം ഏജ്, ഇതൊരു നെയിം കൊടുത്താണ്. ആസ് എന്ന് പറഞ്ഞാൽ പോലെ ഒരു നെയിം കൊടുത്തു, ഒരു വേരിയബിൾ നെയിം. നമ്മൾ മുമ്പത്തെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രൈമറിക്കോ ഫോറിൻക്കോ ഒരു സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ നെയിം കൊടുക്കാം. ആ നെയിം, ആ ഒരു വേരിയബിൾ നെയിമാണ് യൂസ് മാക്സിമം ഏജ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കാണിക്കാം, ഔട്ട്പുട്ടിൽ വരും, നമുക്ക് കാണിക്കാം. ഫ്രം എംപ്ലോയിന്റെ ടേബിളിൽ നിന്ന് ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഗ്രൂപ്പ് ആക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഗ്രൂപ്പ് ആക്കി മാറ്റിയ ശേഷം ആ ഗ്രൂപ്പിൽ ഏറ്റവും ഏജ് ഉള്ളത് ആരോ, മാക്സിമം ഏജ് ആരാണോ അത് പിക്ക് ചെയ്യുക, ആ ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്യുക. വേറെ ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ആദ്യം ഗ്രൂപ്പ് ചെയ്യുക. ഇവിടുന്ന് എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പ് ചെയ്യുക. അതാത് ഡിപ്പാർട്ട്മെന്റിലെ മാക്സിമം ഏജ് ഏതാണോ അത് പ്രിന്റ് ചെയ്യുക, അത് ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്യും. നോക്കാം, ഇത് കണ്ടോ, ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്തു. ഇവിടെ മാക്സിമം ഏജ് എന്ന് പറഞ്ഞത് ഇവിടെ കണ്ട് ഞാൻ കൊടുത്ത് മാക്സ് ഏജ് എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ മാക്സിമം ഏജിനെ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്തു. അതാണ് ഇവിടെ മാക്സിമം ഏജ്. ശരിക്കും ഇവിടെ ഏജ് എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ, ഏജ് എന്ന് പറഞ്ഞൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എന്ത് പ്രിന്റ് ചെയ്തു, മാക്സിമം ഏജ് എന്ന് പ്രിന്റ് ചെയ്തു. സോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാക്സിമം ഏജ് എന്താണ്, 35 ആണ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് 3 സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് 3 ആളുകളുള്ളൂ, അത് മാക്സിമം ഏജ് എത്ര, 35 വരുന്നത് കേട്ടോ, 35. സ്റ്റോക്കിൽ വരുന്ന മാക്സിമം ഏജ് എത്ര വരുന്നത്, 26 ആണ്, 26. പർച്ചേസിൽ എത്ര വരുന്നത്, 19. പർച്ചേസ് വളരെ കുറവാണ്, 18, 19. ഓക്കെ, അപ്പൊ 19 ആണ് മാക്സിമം ഏജ് വരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ല, 3 ആളുകളേ ഉള്ളൂ, 3 റോസ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വറി, ഡിസ്പ്ലേ ദ ആവറേജ് ഏജ് ഓഫ് എംപ്ലോയീസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്.
സോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവറേജ് ഏജസ് കാണുക. ആവറേജ് കാണാനുള്ള ഏതാണ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? AVG അല്ലെ, ഇതാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ AVG. ഇവിടെ നമ്മൾ ഏത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മാക്സ് എന്ന ഓപ്ഷൻ അല്ലെ, മുമ്പതിലെ മാക്സ് ഉപയോഗിച്ചു, ഇവിടെ ഫസ്റ്റിൽ കൗണ്ട് ഉപയോഗിച്ചു, ഇതിൽ മാക്സ് ഉപയോഗിച്ചു, ഇവിടെ ഏതോ ഉപയോഗിക്കാം AVG ഉപയോഗിക്കും. നോക്കാം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ആവറേജ് ഏജ് അല്ലെ AVG ഏജ്. ഇവിടെ മാക്സ് ഏജിന് വരുന്ന എടുത്തു AVG ഏജ് ആസ് ആവറേജ് ഏജ്. ഇതൊരു നെയിം കൊടുത്തു. ഓക്കെ, ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ്. സെയിം കൊറിയൻ ഇവിടെ എന്ത് ചെയ്തു, മാക്സ് ഏജിന് പകരം എന്ത് കൊടുത്തു, ഇവിടെ ആവറേജ് ഏജ് AVG ഏജ് എൻ്റർ ചെയ്ത് കൊടുത്തു. കണ്ട, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് 3 പേരും 4 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും, ആവറേജ് കാണും. ആവറേജ് കാണുമ്പോൾ ഡോട്ട് വരുന്നത് കേട്ടോ, ഈ ഒരു പോയിന്റ് വരുന്നത്. ആവറേജ് കാണുമ്പോൾ പോയിന്റ് വരുമല്ലോ, അതെ, ആ പോയിന്റ് വെച്ചിട്ടാണ് കണ്ടന്റ് വരുന്നത്. സ്റ്റോക്ക്, പർച്ചേസ്, 3 ഡിപ്പാർട്ട്മെന്റിലും ആവറേജ് ഏജസ് നമുക്ക് അവൈലബിൾ ആയി കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കുറി, ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ദ ആവറേജ് സാലറീസ്. സോ ഡിസ്പ്ലേ ദ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആവറേജ് സാലറീസ്. രണ്ട് കോളം ഉണ്ടാകും. എന്തായിരിക്കും, ഡിപ്പാർട്ട്മെന്റ് കോളം ഉണ്ടായിരിക്കണം, സാലറിയുടെ കോളേജ്. ഈ സാലറി എന്താണ്, ആവറേജ് സാലറിയാണ്. നമ്മുടെ സാലറി എന്താ ഉള്ളത്, സാലറി എന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അത് ആവറേജ് സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, കോറി നോക്കിയേ, സെലക്ട് ഡിപ്പാർട്ട്മെന്റ് കോമ ആവറേജ് സാലറി ആസ് ആവറേജ് സാലറി. അല്ലെ, ഇവിടെ നേരത്തെ ആവറേജ് ഏജ് കൊടുത്തില്ലേ, മാക്സിമം ഏജ് കൊടുക്കും. അതേപോലെ ഇവിടെ ആവറേജ് സാലറി. ഇല്ലെങ്കിൽ അവിടെ എന്താ പ്രിന്റ് ചെയ്ത് വരിക, ബൈ ഡിഫോൾട്ട് ടേബിളിലെ ഹെഡിങ് എന്താണോ ഏജ്, അതുപോലെ സാലറി, അത് അതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും. അത്രേ ഉള്ളൂ. സോ ആവറേജ് സാലറി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ്. സെയിം പ്രോഗ്രാമിന് ഒരു കൊറിയൻ വ്യത്യാസമൊന്നുമില്ല. എവിടെ നിന്ന് AVG സാലറി, ഇവിടെ AVG ഏജ്, ഇവിടെ മാക്സ് ഏജ്, ആ ഒരു വ്യത്യാസം മാത്രം. എൻ്റർ നോക്കി കണ്ടോ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 12,833 സംതിങ്. ഓക്കെ, അതുപോലെ സ്റ്റോക്കിൽ 11,000, 8,275 ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് കുറി, ഡിസ്പ്ലേ ദ ലോവസ്റ്റ് സാലറി ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി ടേബിൾ. എംപ്ലോയി ടേബിൾ ലോവസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നു, ആവറേജ് സാലറി പ്രിന്റ് ചെയ്തല്ലേ, ആവറേജ് സാലറി. ഇപ്പൊ എന്താ വേണ്ടത്, ലോവസ്റ്റ്. ലോവസ്റ്റ് തന്നെ കാണിക്കാം. ഏതായിരുന്നു കോഡ്, മിൻ. മിൻ മാക്സ് പഠിച്ചില്ലേ. സെലക്ട് മിൻ സാലറി ആസ് മിനിമം സാലറി ഫ്രം എംപ്ലോയി. ക്ലിയർ അല്ലേ? കണ്ടോ, മിനിമം സാലറി എത്ര കിട്ടി, 7,800. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്, മൊത്തം ഡിപ്പാർട്ട്മെന്റ്. ബേസ് സാലറി, മിനിമം സാലറി, എംപ്ലോയി. എംപ്ലോയി ടേബിളിലാണ് പറഞ്ഞത്. ഈ ടേബിളിലെ മിനിമം സാലറി 7,800. അതാണ് പ്രിന്റ് ചെയ്ത് വന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കോറി, ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരുടെ കൗണ്ട് ആണ് വേണ്ടത് അല്ലെ, നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇപ്പൊ കൗണ്ട് വേണം, കൗണ്ട് എന്ന് പറഞ്ഞത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നോക്കാം, കൂടെ നോക്കി, സെലക്ട് കൗണ്ട് ഈ നെയിം, എംപ്ലോയി നെയിം, അതിന്റെ കൗണ്ട് കാണും. ആസ് നമ്പർ ഓഫ് എംപ്ലോയീസ്, ഇത് നെയിമാണ്, ഒരു വേരിയബിൾ നെയിം കൊടുത്തു മാത്രം. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണ്, ടെക്സ്റ്റ്. ദെൻ സെലക്ട് കൗണ്ട് എംപ്ലോയി നെയിം ആസ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഫ്രം എംപ്ലോയി വേർ DPT is equal to purchase. ഓക്കെ, അപ്പോൾ അത് എംപ്ലോയി എന്ന ടേബിളിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര എംപ്ലോയി നെയിംസ് ഉണ്ട്, 4. അവിടെ 4 എന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ, 4 എന്ന് കണ്ടില്ലേ. ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് 1, 2, 3, ഇവിടെ 4, 4 പേരാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് കൗണ്ട് പ്രിന്റ് ചെയ്തത്, 4 ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കൂടി, ഡിസ്പ്ലേ ദ ഹയസ്റ്റ് സാലറി ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഹയസ്റ്റ് അതിനെ കാണാൻ മാക്സ് എന്നുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. സെലക്ട് മാക്സ് സാലറി, മാക്സിമം സാലറി കാണണം. എവിടുന്നാ കണ്ടത്, ഈ ആസ് ഹയസ്റ്റ് സാലറി, ഇത് ടെക്സ്റ്റ് ആണ്, ഇത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആസ് ഹയസ്റ്റ് സാലറി ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ വരും നമ്പർ ഓഫ് എംപ്ലോയീസ് കണ്ടോ. ഇല്ലെങ്കിൽ അവിടെ എന്താ വരിക, ഈ നെയിം എന്ന് മാത്രമേ വരും. മുകളിലെ പോലെ സാലറി എന്ന് മാത്രമേ ഇവിടെ ഡിസ്പ്ലേ കിട്ടുള്ളൂ. നമുക്കവിടെ മിനിമം സാലറി ഹെഡിങ് കാണിക്കാൻ അത് കൊടുത്തത്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഹയസ്റ്റ് സാലറി എന്നാണ് ഡിസ്പ്ലേ ചെയ്ത് വരും. ശേഷം ഫ്രം എംപ്ലോയി ടേബിൾ വേർ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയസ്റ്റ് സാലറി, മാക്സിമം സാലറി എത്രയാണോ അത് സെലക്ട് ചെയ്തത്. ഓക്കെ, കണ്ടോ, ഹൈ സാലറി 15,000. ഇത് ഡിപ്പാർട്ട്മെന്റിന് സെയിൽസ് അല്ലെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സാലറി 11,500, 15,000, 12,000. അപ്പൊ ഏതാ മാക്സിമം 15 ആണല്ലോ. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ, ഡിസ്പ്ലേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് സാലറി. ഹയസ്റ്റ് സാലറി എന്ന് പറയുന്നത് അറിയാലോ, എത്ര പറഞ്ഞ മാക്സിമം സാലറി ഇവിടെ പറയുന്നുണ്ടോ, ഹയസ്റ്റ് സാലറി
മാക്സിമം സാലറി എത്രയാണെന്ന് നോക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യാം, ലോവസ്റ്റ് സാലറി ഡിഫറൻസ് കാണും. ഹയസ്റ്റ് സാലറി എത്രയാണെന്ന് നോക്കുക മൈനസ് ലോവസ്റ്റ് സാലറി. അപ്പോൾ മാക്സും മിന്നും കണ്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അതാണ് അതിന്റെ കോറി. നോക്കാം, കോറി നോക്കാം. ഓക്കെ, സെലക്ട് മാക്സ് സാലറി. അപ്പൊ മാക്സിമം സാലറി കിട്ടും മൈനസ് മിൻ സാലറി കിട്ടും, മിനിമം സാലറി. ദെൻ സാലറി അണ്ടർസ്കോർ ഡിഫറൻസ് ഫ്രം എംപ്ലോയി. ഓക്കെ, സോ എംപ്ലോയി എന്ന് പറഞ്ഞ ഈ ടേബിളിലെ മാക്സിമം സാലറിയിൽ നിന്ന് മിനിമം സാലറി മൈനസ് ചെയ്താൽ ആ കിട്ടുന്നത് എന്താണോ അത് പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, സാലറി ഡിഫറൻസ് സ്പെല്ലിംഗ് നോക്കേ, 7,200 ഇതാണ് ഡിഫറൻസ്. മാക്സിമം സാലറി എത്ര നോക്കിയിട്ട് അതിനെ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അതിനെ മൈനസ് ചെയ്യാം. മാക്സിമം വരുന്നത് ഇവിടെ 15 ആണ് അല്ലേ, മിനിമം 7 ആണ്, 7,800. അതായത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് ഇത് കിട്ടുന്നത് 7,200 എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അതുപോലെ ഗ്രൂപ്പ് ഐ, ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തത്. ഡിസ്പ്ലേ ചെയ്യാനും ഓരോ ഡിഫറേറ്റ് കൗണ്ട്, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൗണ്ട്, മാക്സ്, മിന്ന്, ദെൻ ആവറേജ്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.